റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 23 വർഷക്കാലത്തെ ഡ്യൂട്ടിയിലൂടെ ട്രെയിനിങ്ങിലൂടെ മനോഹരമായ ആ ഒരു ദൗത്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പൂർത്തീകരിച്ചപ്പോൾ തൽഫലമായി മുഅ്മിനീങ്ങളെ ഗോത്ര സംസ്കാരത്തിലൂടെ ജീവിച്ചിരുന്നതായ കള്ളിനും പെണ്ണിനും യുദ്ധത്തിനും വേണ്ടി ജീവിച്ച കാട്ടാളന്മാരായ അറബ് സമൂഹത്തെ തസ്കിയത്ത് നടത്തിക്കൊണ്ട് ലോകത്തിന്റെ മാതൃകാതുല്യരായി സഹാബത്തുൽ കിറാം അവരുടെ പേര് കേൾക്കുമ്പോൾ തർബിയത്ത് പറയുന്ന അവസ്ഥയിലേക്ക് സംസ്കരിച്ചെടുക്കുവാൻ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സാധിച്ചു എന്നുള്ളതാണ്. ഇത് ലോകത്തിന്റെ എല്ലാ ബുദ്ധിജീവികളും ചരിത്രകാരന്മാരും അംഗീകരിക്കുന്ന വിഷയമാണ്. 6-ാം നൂറ്റാണ്ടിലെ അറേബ്യയുടേതായ ആ ഒരു വല്ലാത്തൊരു അവസ്ഥ, വർഗീയമായ ആ ഒരു പതനം, അത് എല്ലാ ചരിത്രകാരന്മാരും ബുദ്ധിജീവികളും അവർ വരച്ചു കാട്ടുന്നുണ്ട്. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മുമ്പ് സ്വഹാബത്ത് എങ്ങനെയായിരുന്നു എന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എങ്ങനെയാണ് അവരെ സ്വാധീനിച്ചത് എന്നും അത് ഒരു മുസ്ലിമായ ചരിത്രകാരനോ ഒരു മുസ്ലിമായ ചിന്തകനോ അല്ല പറയുന്നത്. അങ്ങനെയെങ്കിൽ നമുക്ക് പറയാം നമ്മുടെ നബി, നമ്മുടെ നേതാവിനെ കുറിച്ച് വലിയ പുകഴ്ത്തിയിട്ടില്ല എന്ന് പറയാം. ഇല്ല മുഅ്മിനീങ്ങളെ, ആ മുസ്ലിമീങ്ങളായ ചിന്തകർ, അമുസ്ലിമീങ്ങളായ ചരിത്രകാരന്മാരെ വളരെ സവിസ്തരമായി റസൂലുള്ളാഹിക്ക് മുമ്പ് സ്വഹാബത്ത് എങ്ങനെയായിരുന്നു എന്നും റസൂലുള്ളാഹിക്ക് ശേഷം റസൂലുള്ളാഹിന്റെ ദൗത്യ പ്രബോധനം എപ്രകാരം അവരെ മനസ്സിൽ അവരുടെ ശരീരത്തിൽ സ്വാധീനിച്ചു എന്നും വളരെ സവിസ്തരമായി ചരിത്രങ്ങൾ എഴുതിയ അമുസ്ലിം ചരിത്രകാരന്മാർ നമ്മൾക്കിടയിലുണ്ട്. ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിച്ചിരുന്നപ്പോൾ അവരിൽ നിന്നും നേരിട്ട് നബിയുമായി ബന്ധപ്പെടുകയും നബിയുമായി സഹവസിക്കുവാനും നബിയുടെ സുന്നത്ത് നേരിട്ട് കാണുവാനും സാധിച്ച സഹാബാക്കളാണ് ഇപ്രകാരം മാറിയത്. എന്നാൽ റസൂലുള്ളാഹിന്റെ വഫാത്തിന് ശേഷം അതിനുശേഷം ഇതുവരെ ഞാനും നിങ്ങളും ഉൾപ്പെടെ വരുന്ന മുഅ്മിനീങ്ങൾ എങ്ങനെയാ റസൂലുമായി ബന്ധപ്പെടുക, എങ്ങനെയാ റസൂലുമായി സഹവസിക്കുക, എങ്ങനെയാണ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം നമ്മുടെ ജീവിതമായി സ്വായത്തമാക്കി എടുക്കുവാൻ സാധിക്കുക, അതിനുള്ള വഴി എന്താണ്, അതിനുള്ള മാർഗം എന്താണെന്ന്, അതിനുള്ള ആ ഒരു ബന്ധപ്പെടാനുള്ള മാർഗം എന്താണെന്ന് ഞാൻ കണ്ടെത്തേണ്ടതുണ്ട്. റസൂലുള്ളാഹിക്ക് ശേഷം ഇനി ഒരു നബി വരാനില്ല എന്ന് തീർത്തും നമുക്കറിയാം. അന്നും ഇന്നും എന്നും നമ്മുടെ നേതാവ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളായിരിക്കെ ഹദീസുകളോ അതല്ലെങ്കിൽ ഖുർആനുകളുടെ കടലാസുകളോ ആണോ നമ്മളെ സംബന്ധിക്കുന്നത്? നമ്മുടെ നബിയുമായി